ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ്. സോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയാം. ട്രേഡുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ വേൾഡ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് റെലവെന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓഡിബിൾ ആണല്ലോ? Am I audible? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇവോൾവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇയേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു. അതായത് 1914 ടു 1919 ആ ഒരു ടൈം ഫ്രെയിമിന് മുമ്പ് വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതായത് ട്രേഡ് വളരെ ചെറുതായിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉള്ളൂ. ട്രേഡ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കറൻസിയെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്തിരുന്നത്. സോ ഇന്റർനാഷണൽ ട്രേഡ് ആകുമ്പോൾ ഒരു ബേസിക് കറൻസി അല്ലല്ലോ ഇല്ലത്. ഒരു ബേസിക് കറൻസി ഇല്ല. ഓരോ രാജ്യത്തിന് ഡിഫറെന്റ് കറൻസീസ് ആണ്. അപ്പൊ അന്ന് യൂസ് ചെയ്തിരുന്ന മെക്കാനിസം ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. പിന്നീട് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫെയിൽ ആവുന്നത് ഫസ്റ്റ് വേൾഡ് വാറോടുകൂടിയാണ്. ഫസ്റ്റ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്തപ്പോൾ രാജ്യങ്ങൾ ഇന്റർനാഷണൽ ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവരുടെ പൂർണ്ണമായിട്ടുള്ള റിസോഴ്സസും വെപ്പണൈസേഷന് വേണ്ടി ഉപയോഗിച്ചു. വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാന്ന ലക്ഷ്യത്തോടും കൂടി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ട് വാട്ട് വാസ് ഹാപ്പൻ ദാറ്റ് ആ ഒരു ടൈം ഫ്രെയിമിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫെയിലായി. അതായത് ആരും തന്നെ കറൻസിയെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവർ വെപ്പണൈസ് ചെയ്യുമായിരുന്നു. വെപ്പൺസ് വാങ്ങിക്കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രേഡ് അതോടുകൂടി ഓൾമോസ്റ്റ് സീറോ ആയി. പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ വരുന്ന ആ ഒരു ഇന്റർ വാർ പീരീഡ്, അവിടെ ആണ് ഇന്റർനാഷണൽ ട്രേഡ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ എത്തുന്നത്. ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് 1930 ഗ്രേറ്റ് ഡിപ്രഷൻ, 2930 അതൊക്കെ ഹാപ്പൻ ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ കാരണമാണ്. ഇന്റർനാഷണൽ ട്രേഡ് ഇല്ല, ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പോകും. കൂടുതൽ പ്രശ്നങ്ങൾ 1939 ടു 1945 ആ ഒരു ടൈം ഫ്രെയിമിലാണ് സെക്കൻഡ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്തത്. സോ ആക്ച്വലി സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം നമ്മൾ 45 എന്ന് പറയുമെങ്കിലും 1943 ആയപ്പോൾ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇഫക്റ്റ് ഒക്കെ ഏതാണ്ട് തീരുമാനമായിരുന്നു. അതായത് ഇനി ഒരു നല്ല ഇക്കണോമിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല ഹെൽത്തി ആയുള്ള ഓർഗനൈസേഷൻസ് വേണം എന്നൊക്കെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു വേൾഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ഇനീഷ്യേറ്റീവ്, ആ ഇനീഷ്യേറ്റീവിനെയാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവുമല്ലോ, ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ആ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ വെച്ചിട്ട് 1943-44 ടൈം പീരീഡിലാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടക്കുന്നത്. ആ കോൺഫറൻസിൽ വെച്ചിട്ട് there was a proposal to create 3 ഓർഗനൈസേഷൻ. ഇനി അങ്ങോട്ടേക്ക് ഇന്റർനാഷണൽ ട്രേഡിന് പ്രൊമോട്ട് ചെയ്യുക, ട്രേഡ് വഴി മാത്രമേ ബെറ്റർ റിലേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കൂ. അപ്പൊ അത്തരത്തിൽ നല്ലൊരു ഇക്കണോമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഇന്റർനാഷണൽ ബിസിനസ് ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും 3 ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF. രണ്ടാമതായി IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. മൂന്നാമതായി ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. ഈ 3 എൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അന്ന് മേജർ റോൾ പ്ലേ ചെയ്തിരുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസും XD വൈറ്റുമാണ്. അവർ രണ്ടുപേരുടെ ഇമേജാണ് കാണുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. JM കെയ്ൻസ്, ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് തിയറി, അങ്ങനെയുള്ള ഒരുപാട് ടൈറ്റിൽ അദ്ദേഹത്തിനുണ്ട്. സോ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. കെനീഷ്യൻ തിയറിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹവും അതേപോലെ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള XD വൈറ്റും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും, ഓർ ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് IMF-ന്റെയും IBRD-യുടെയും ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് ഇവരെ വിളിക്കാറുണ്ട്, ജോൺ മെയ്നാർഡ് കെയ്ൻസും HD വൈറ്റും. സോ വാട്ട് ഹാപ്പൻ ടു അസ്, 3 ഇൻസ്റ്റിറ്റ്യൂഷന് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില താല്പര്യങ്ങൾ കാരണം, ചില സ്വാർത്ഥ താല്പര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞാൽ
നിലവിൽ സൂപ്പർ പവറായി മാറിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഇല്ലാതാകും. അത്തരത്തിലുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണെന്ന് തന്നെ പറയാം ITOയുടെ പ്രപ്പോസൽ വീറ്റോ ചെയ്തു. ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് റിജക്ട് ചെയ്തു. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. പകരം എന്തൊക്കെ വന്നു? IMFും IBRDയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇന്റർനാഷണൽ ട്രേഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മെക്കാനിസം ഉണ്ടാവണം. മുമ്പ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിൽ ഇറങ്ങുമ്പോൾ റൂൾസും റെഗുലേഷൻസും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അത് തീരുമാനിക്കുകയും അതിനനുസരിച്ച് അന്ന് 26 രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് അവർക്കിടയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ചെയ്തു. 1947 ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. എഗ്രിമെന്റിന്റെ പേര് GATT എന്നാണ്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ, സോ ഈ എഗ്രിമെന്റ് പ്രകാരമാണ് പിന്നീട് ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ ഓർക്കണം, ഫസ്റ്റ് ഇപ്പോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ആദ്യം ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് എന്താണ് നമ്മൾ ഫോളോ ചെയ്തത്? എങ്ങനെയാണ് പിന്നീട് നമ്മൾ വൺ കറൻസിയെ മറ്റൊരു കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്തത്? അപ്പോൾ അതായിരുന്നു മേജർ ഇഷ്യൂ. അപ്പോൾ രണ്ട് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇതേ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ തന്നെ ദേ ഡിസൈഡഡ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം. ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയും. എന്താണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം? ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഓഫ് കറൻസി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഗോൾഡിലേക്ക് നമ്മളുടെ കറൻസീസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുന്നതിന് പകരം അന്നത്തെ ഏറ്റവും സ്റ്റേബിൾ കറൻസി ആയിട്ടുള്ള ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സിസ്റ്റത്തെയാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഹിസ്റ്ററി പറയുന്നു. ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണെന്ന് നമുക്ക് വ്യക്തമായി ധാരണ കിട്ടും. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Do you have any questions? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും കൺസെപ്റ്റ് ഓർക്കുക. അപ്പോൾ ഒരു സൈഡിൽ IMFും IBRDയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, മറ്റൊരു ആംഗിളിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഒരു മോണിറ്ററി കൺവേർഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിരുന്നു. ഗോൾഡ് ആയിരുന്നു എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് 1870s തൊട്ട് ഏതാണ്ട് 1914 വരെ നമ്മൾ ഫോളോ ചെയ്തു. ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊളാപ്സ്ഡ് ആയി, അല്ലെങ്കിൽ ഫെയിൽ ആയി എന്ന് പറയാം. പിന്നീട് അങ്ങോട്ടേക്ക് ഇന്റർവാർ പീരീഡിൽ, അതായത് 1919 തൊട്ട് 1939 അല്ലെങ്കിൽ 39 വരെ സീറോ ട്രേഡ് ആണ്. അവിടെ ഒരു ട്രേഡ് റിലേഷനും ഇല്ല എന്ന് തന്നെ പറയാം. ഇന്റർവാർ പീരീഡ് ആണ്. വേൾഡ് ഡിപ്രഷനൊക്കെ ഫേസ് ചെയ്തു. പിന്നീട് 1944-45 ടൈം പീരീഡ് ആകുമ്പോൾ വേൾഡ് വാർ ഓവറായി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്ത് വേണം എന്നുള്ള ചർച്ചയിലാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം വന്നത്. ആ ബ്രിട്ടൻ വുഡ് സിസ്റ്റം പ്രകാരം എന്താണ്? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കറൻസി, അന്ന് വാർ വിജയിക്കുകയും അതേപോലെ ജപ്പാനിൽ രണ്ട് ആറ്റം ബോംബ്സ് ഇടുകയും ചെയ്തത് വഴി, ഐ മീൻ ഹിരോഷിമ ആൻഡ് നാഗാസാക്കി, അതിനുശേഷം അമേരിക്ക സൂപ്പർ പവർ ആയിട്ട് മാറി. അപ്പൊ ഏറ്റവും പവർഫുൾ ആയുള്ള നേഷൻ എന്നുള്ള രീതിയിൽ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് എഗ്രി ചെയ്തു, അവരുടെ കറൻസിയിൽ മോണിറ്ററി പോളിസി ഒന്നും യൂസ് ചെയ്യില്ല. അവരുടെ കറൻസി ഏറ്റവും സ്റ്റേബിൾ ആണ്. സോ ദേ വിൽ നോട്ട് ഡിവാലുവേറ്റ് ദെയർ കറൻസി യൂസിങ് മോണിറ്ററി പോളിസി. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസി ആയിട്ട് അമേരിക്കൻ ഡോളർ നിലനിൽക്കും എന്ന് ഉറപ്പിച്ചു പറയുകയും അത് പ്രകാരം അമേരിക്കൻ ഡോളറിനെ കറൻസി എക്സ്ചേഞ്ചിന് വേണ്ടി, അതായത് നമ്മളിപ്പോ അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് അവരുടെ കറൻസിയിൽ പേയ്മെന്റ് നടത്തട്ടെ. അപ്പൊ എങ്ങനെ കൺവേർട്ട് ചെയ്യും? അവരുടെ കറൻസിയിൽ പേയ്മെന്റ് നടത്തുന്നതിന് പകരം ഡോളറിലേക്ക് നമ്മുടെ കറൻസിയെ കൺവേർട്ട് ചെയ്യും. ലൈക്ക് ഇന്ത്യയിലെ $1 എന്ന് പറഞ്ഞാൽ ₹1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $15 ആണെന്ന് വിചാരിക്കാം. ദാറ്റ്സ് നോട്ട് പോസിബിൾ നൗ. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ ട്രേഡ് ചെയ്യുന്ന യൂറോ ആണെങ്കിൽ
യൂറോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് $10 ആണ്. ഇത് തമ്മിൽ മാച്ച് ചെയ്തിട്ട് അത് നമ്മൾ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് പോകും. സോ നമ്മളുടെ കറൻസി അവർ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യും, ഡോളറിനെ അവർ അവരുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ രീതിയിലാണ് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് പോകുന്ന ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്തത്. ഇതിനെയാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയുന്നത്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം 1945 തൊട്ട് 1971 വരെ 1945 തൊട്ട് 1971 വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ഈ ഒരു ഡോളർ സ്റ്റാൻഡേർഡ് ആണ്, ഓർ ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്ന് പറയാം. ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്തത്. ഓക്കെ, ഒരു സൈഡിൽ നമ്മൾ അവിടെ വെച്ചേക്കുക. അത് ഇനി തിരിച്ച് നമ്മളുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലേക്ക് വരാം. അപ്പോൾ വേൾഡ് ട്രേഡിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഇല്ല. അതുകൊണ്ട് എന്ത് സൈൻ ചെയ്തു? ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് സൈൻ ചെയ്തു. 1947 ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ആ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം പിന്നീട് അവർ ഫേസ് ചെയ്ത പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ഏരിയയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് പുതിയ പുതിയ എഗ്രിമെന്റ്സ് സൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനീഷ്യലി അവിടെ ഗുഡ്സുമായി ബന്ധപ്പെട്ട് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ഈസ് ദയർ. പിന്നീട് സർവീസ് ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് അപ്പൻ ചെയ്യപ്പെട്ടു. അപ്പോൾ സർവീസ് ഫ്ലോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഇല്ല എന്ന് തിരിച്ചറിയുകയും അത് പ്രകാരം ഗാറ്റ്സ് സൈൻ ചെയ്തു. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. പിന്നീട് മുന്നോട്ട് പോകുന്നതോടുകൂടി ഇപ്പോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രോമിനൻസ് വരുന്നു. ഇപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഇല്ല. അപ്പൊ എന്ത് വേണം? പുതിയൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. അങ്ങനെ ട്രിപ്സ് സൈൻ ചെയ്തു. ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നീട് ട്രിംസ് സൈൻ ചെയ്യുന്നു. ട്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് ആണ്. ഇപ്പോ FDI ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ്. അപ്പോൾ ഇതിനൊക്കെ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് സൈൻ ചെയ്യേണ്ട ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഗ്യാറ്റിന്റെ ഡിഫറെന്റ് റൗണ്ട്സ് ഓഫ് നെഗോഷിയേഷൻസ് ഫ്രം ടൈം ടു ടൈം കണ്ടക്ട് ചെയ്തു. 1ാമത്തെ റൗണ്ട്, 2ാമത്തെ റൗണ്ട്, 3ാമത്തെ റൗണ്ട്. ഈ ഓരോ നെഗോഷിയേഷൻസിലും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്തത്. ബിക്കോസ് ഗാറ്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് മാത്രമാണ്, അവിടെ ഒരു ഓർഗനൈസേഷൻ ഇല്ല. ഓർഗനൈസേഷൻ പ്രപ്പോസ് ചെയ്തിരുന്ന ITO ആയിരുന്നു, ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ആയിരുന്നു. പക്ഷെ അത് നിലവിൽ വന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത്തരത്തിലൊരു ഓർഗനൈസേഷൻ നിലവിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഓരോ കോൺഫറൻസുകളിലായി പുതിയ പുതിയ എഗ്രിമെന്റ്സ് അവർ എഗ്രി ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇനിയും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വരികയും അവർ 1986 തൊട്ട് 1986 തൊട്ട് 1994 വരെ ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. 94 ഡിസംബർ വരെയാണ് ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. ഈ ഒരു ഗാറ്റിന്റെ സമ്മിറ്റ്, ഗാറ്റിന്റെ 8ാമത്തെ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ്. ഡിഫറെന്റ് റൗണ്ട്സ് എന്ന് പറഞ്ഞു, 8ാമത്തെ സമ്മിറ്റ് ആണ്. ആ 8ാമത്തെ സമ്മിറ്റ് പോപ്പുലർലി അറിയപ്പെടുന്നത് ഉറുഗ്വേ റൗണ്ട് എന്നാണ്. ഉറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻ. ഈ ഉറുഗ്വേ റൗണ്ടിൽ വെച്ചിട്ട് ദേ ഡിസൈഡഡ് ഇനി അങ്ങോട്ടേക്ക് നമുക്കൊരു ഓർഗനൈസേഷൻ ഇല്ലാതെ പറ്റില്ല. ഇനി അങ്ങോട്ടേക്ക് ഒരു എഗ്രിമെന്റ് മാത്രമായി കൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും 1994 ഡിസംബർ 14 മറാക്കേഷിൽ വെച്ചിട്ട് ദേ സൈൻഡ് ആൻ എഗ്രിമെന്റ്, മറാക്കേഷ് എഗ്രിമെന്റ് എന്ന് പറയും. ആ എഗ്രിമെന്റ് പ്രകാരം 1995 ജാനുവരി 1 WTO ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സോ ആ ഒരു സൈഡിലെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? 1945 ക്രിയേറ്റ് ചെയ്ത ഡോളർ സ്റ്റാൻഡേർഡിലാണ് നിലനിൽക്കുന്നത്. പക്ഷെ അത് 1971 ആയപ്പോൾ കൊളാപ്സ്ഡ് ആയി. എന്തുകൊണ്ട് കൊളാപ്സ്ഡ് ആയി? ബിക്കോസ് ഏതൊരു രാജ്യത്തിന്റെയും 2 ബേസിക് പോളിസീസ് ഏതാണ്? ഇക്കണോമിക് പോളിസീസ് ഏതാണ്? ഒന്ന് ഫിസ്ക്കൽ പോളിസി, 2 മോണിറ്ററി പോളിസി. അതായത് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡിങ് പോളിസിയാണ്, ബഡ്ജറ്റ് പോളിസിയാണ്. ഇവയെല്ലാം ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ കറൻസി ഇൻ സർക്കുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള പോളിസിയാണ്. ഓക്കെ, കറൻസിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ എക്സസ് കറൻസി സർക്കുലേഷനിൽ വന്ന് എന്ത് സംഭവിക്കും? കറൻസി ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും. ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് റിസോഴ്സസ് ആർ സ്കേഴ്സ്. ബേസിക് ഇക്കണോമിക് തിയറിയാണ് റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്നുള്ളത്. സപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ.
ഓർ അതർവൈസ് നോൺ ആസ് ഇൻഫ്ലേഷൻ. അപ്പൊ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം, ഡീഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു പർപ്പസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇക്കണോമിക് പോളിസീസ്, അതായത് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസിയും ഉപയോഗിച്ചേ പറ്റും. അമേരിക്ക പറഞ്ഞിരുന്നത് എന്താണ്? 1945 അവരുടെ ഡോളർ ഒരു ബേസിക് കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കറൻസി ട്രേഡിന് വേണ്ടിയുള്ള ബേസിക് കറൻസി ആയിട്ട് തീരുമാനിച്ചപ്പോൾ അമേരിക്ക അന്ന് പറഞ്ഞത് അവരുടെ കറൻസി ഒരിക്കലും ഡീവാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസി ഞങ്ങളുടേതാണ് എന്നാണ്. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചു. ഇവരൊരു വാറിന് പോയി, ഒരു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ വെച്ചിട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അമേരിക്ക അമേരിക്കയുടെ ഒരു ബേസിക് പോളിസിയാണ്, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ലൈക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു, കോൾഡ് വാർ ടൈമാണ്, ഇന്ത്യയുടെ ഒപ്പം USSR ചേർന്നു, പാകിസ്ഥാന്റെ ഒപ്പം അമേരിക്ക ചേർന്നു. അതേപോലെ വിയറ്റ്നാം ക്രൈസിസ്, രണ്ടിടത്ത് രണ്ടുപേരും ചേർന്നു. ഓക്കെ, അങ്ങനെ ഓരോ സിറ്റുവേഷനിലും, ഓരോ വാർ നടക്കുമ്പോഴും ഈ ഒരു ടൈം പീരീഡിൽ രണ്ട് ചേരി തിരിയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെല്ലാം തിരിച്ചടി സംഭവിച്ചു. വൺ സെക്കൻഡ്. ഓക്കെ, സോ ഇവര് ആക്ച്വലി, ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? അമേരിക്കയുടെ ഈ ഒരു പോളിസിയെ പറ്റിയാണ്, ഗ്ലോബൽ പോളിസി എന്ന് പറയുമ്പോൾ, ഗ്ലോബൽ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു പോളിസി. ഞാൻ ഒരുപാട് കാടേറി പോകുന്നതായിട്ട് ചിന്തിക്കേണ്ട, നമ്മൾ കണക്ട് ചെയ്യും. ആ ഒരു പോളിസി പ്രകാരം എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ട് ചേരി തിരിയുന്നതും, രണ്ട് ചേരിയിൽ ഒരു സൈഡിൽ USA ഉണ്ടാവും, മറ്റേ സൈഡിൽ USSR ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അവർ പലപ്പോഴായിട്ട് ഫോളോ ചെയ്തിരുന്നത്. ഇതേ സിറ്റുവേഷൻ തന്നെ, ഇതേ സ്ട്രാറ്റജി ആയിട്ട് അവർ വിയറ്റ്നാം ക്രൈസിസിൽ ഇടപെട്ടു. ഓക്കെ, വിയറ്റ്നാമിൽ പക്ഷേ US സോൾജേഴ്സ് എക്സ്പെക്ട് ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാ സംഭവിച്ചത്. ഗൊറില്ല വാർഫെയർ, ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രീതി, ആ ഗൊറില്ല വാർഫെയർ US അത്ര പരിചയമുള്ള ഒരു വാർ മെത്തേഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് US സോൾജേഴ്സ് ആ ടൈമിൽ മരണപ്പെട്ട് അമേരിക്കയിലൊക്കെ ഒരുപാട് കഫിൻസ് അയക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ അവരുടേതല്ലാത്ത ഒരു വാറിന് പോയി സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് ഒരുപാട് പേര് മരിച്ച്, ഒരുപാട് അമേരിക്കൻ സോൾജേഴ്സ് മരിച്ച് അമേരിക്കയിൽ തിരിച്ചെത്തുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു തരത്തിലൊരു സിവിൽ ഡിസ്റ്റർബൻസ് ഇതിന് കാരണമായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അമേരിക്ക തോക്കുവാണ്, അമേരിക്ക യുദ്ധം പരാജയപ്പെടുകയാണെന്നുള്ളൊരു ഒരു വർത്തമാനം മതിയല്ലോ. എന്ത് സംഭവിക്കും? അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പതുക്കെ വിഡ്രോ ചെയ്യപ്പെടും, അമേരിക്കയിൽ ഒരു സിവിൽ ഡിസ്ക്രിപ്പൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും, അതൊക്കെ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ താഴോട്ട് വരും. ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ അമേരിക്കയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ദേ വിൽ ഹാവ് ടു യൂസ് മോണിറ്ററി പോളിസി. ഓക്കെ, അങ്ങനെ മോണിറ്ററി പോളിസി യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തു. അന്ന് പ്രസിഡന്റ് നിക്സൺ ആണെന്ന് തോന്നുന്നു 1971 അമേരിക്കയിൽ മോണിറ്ററി പോളിസി ഉപയോഗിക്കുകയും അത് പ്രകാരം അമേരിക്കയുടെ കറൻസി വാല്യൂ റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഡീവാല്യൂ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് എന്താ? ഇതുവരെ US ഡോളർ ഏറ്റവും സ്റ്റേബിൾ കറൻസി ആയിരുന്നു, അതിനകത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഈസി ആയിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുക? കറൻസിയുടെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു, ആ വാല്യൂ കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടി ആരും US ഡോളർ വാങ്ങിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാവില്ല. അതോടുകൂടി ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ്ഡ് ആയി. ഓക്കെ, ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ്ഡ് ആയി. സാഹചര്യം മനസ്സിലായല്ലോ. പിന്നീട് അപ്പൊ പുതിയൊരു സിസ്റ്റം വേണം. അങ്ങനെ ഒരു പുതിയൊരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് 1969 IMFന്റെ ഒരു കറൻസി ബാസ്ക്കറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് SDR, ഒരു കോമ്പിനേഷൻ ഓഫ് കറൻസീസ്. ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഒരു കോമ്പിനേഷൻ ഓഫ് കറൻസീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് വന്നു, SDR ബാസ്ക്കറ്റ് പോലെ. SDR ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസികളാണ്
SDR ബാസ്കറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതേപോലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി, ട്രേഡിന് വേണ്ടി ഒരു ഡയറക്റ്റ് കൺവേർഷൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺവേർഷൻ പാറ്റേൺ കൊണ്ടുവരുന്നു. അതിനെയാണ് പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാ? ആദ്യം ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. 1870s തൊട്ട് 1915 വരെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ദെൻ ഇന്റർവാർ പീരീഡിൽ ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പറയാൻ സാധിക്കില്ല. വാറിന് ശേഷം 1945 തൊട്ട് 1971 വരെ ബ്രിട്ടൻ വുഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്തിരുന്നത്. ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ്ഡ് ആയപ്പോൾ അതിനുശേഷം ഫോളോ ചെയ്തിരുന്ന സിസ്റ്റത്തെ പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയും. പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഓർ അതർവൈസ് നോൺ ആസ്, മറ്റൊരു പേരാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീം. ഫ്ലെക്സിബിൾ ആണ്, ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം പല കറൻസിയിലേക്ക്, സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസികളിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഇറങ്ങുന്ന രീതി, അതിനെയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തന്നു. ഓക്കെ, 1995 WTO ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഡിഫറെന്റ് ഇവന്റുകളെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിഡ് യു ഗോട്ട് എ വേഗ് ഐഡിയ അബൌട്ട് എവറിത്തിങ്? ഒരു പ്രിസൈസ് ഐഡിയ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് വേൾഡ് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇവോൾവ് ചെയ്തതെന്ന്? ഓക്കെ, ഇനി നമുക്ക് ഓർഗനൈസേഷൻസിലേക്ക് പോകാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് ഓർഗനൈസേഷൻ ഒന്ന് IMF ആണ്. IMF എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്ന് ഓർക്കുക. IMF ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1945 ആ ഒരു ടൈം ഫ്രെയിമിലാണ്. എന്തായിരുന്നു അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ആണ്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് IMF-ഉം IBRD, അതർവൈസ് നോൺ ആസ് വേൾഡ് ബാങ്ക്. IBRD ആണ് വേൾഡ് ബാങ്ക് എന്ന് ഇനീഷ്യലി അറിയപ്പെട്ടത്. ഇന്ന് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. ആദ്യം IBRD ആണ് വേൾഡ് ബാങ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ദർ ആർ 5 ഓർഗനൈസേഷൻസ്. ദെൻ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്, ദാറ്റ് ഈസ് UNCTAD. Then World Trade Organization WTO, Multilateral Investment Guarantee Agency MIGA, then International Development Association and International Finance Corporation. ഇതെല്ലാം ആക്ച്വലി വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ വൺ ബൈ വൺ. ഫസ്റ്റ് നമ്മൾ അതിന്റെ ബ്രീഫിംഗ് നടത്തി, എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലേക്ക് വന്നാൽ, എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നതിലുപരിയായിട്ട് ഇതൊരു ഫണ്ടാണ്. അതായത് ഡിഫറെന്റ് മെമ്പർ കൺട്രീസ് ചേർന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫണ്ട്. അവരായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് പോലെയോ, അല്ലെങ്കിൽ നമുക്ക് പല ഇപ്പൊ ചിട്ടികളൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് IMF പെർഫോം ചെയ്യുന്നത്. അതായത് എല്ലാവരും അവരുടെ GDP ഒരു പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അവരുടെ എക്കണോമിക് ഗ്രോത്തിനനുസരിച്ച്, എക്കണോമിക് സ്ട്രെങ്ത്തിനനുസരിച്ച് GDP ഒരു ഷെയർ അവർ ഈ IMF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ ഏത് രാജ്യത്തിനാണോ ആവശ്യം വരുന്നത് ആ രാജ്യത്തിന് ഈ ഫണ്ടിൽ നിന്നും സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ലോണുകളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച്, അതേപോലെ അവരുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരുന്ന സിറ്റുവേഷനിൽ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് IMF ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ IMF ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ ആദ്യമായിട്ട് US ട്രഷറിയിൽ പാസ്സാക്കുന്നത് 1943 ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞു, ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ 2 മേജർ പ്ലേയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, 2 ഇൻഡിവിജ്വൽസ് ആണ്. ഒന്ന് XD വൈറ്റ് ആണ്, 2 ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ഓക്കെ, സോ US-ന്റെ പ്രപ്പോസൽ വൈറ്റ്സ് പ്ലാൻ എന്നും UK-യുടെ പ്രപ്പോസൽ കെയ്ൻസ് പ്ലാൻ എന്നും അറിയപ്പെടും. ബിക്കോസ് വൈറ്റ് എന്ന് XD വൈറ്റ് എന്ന് പറയുന്നത് US പേഴ്സൺ ആണ്, US-ലെ ഇക്കണോമിസ്റ്റ് ആണ്. അതേപോലെ തന്നെ UK-യിൽ നിന്നുള്ള ഇക്കണോമിസ്റ്റ് ആണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും പ്ലാൻ ആണ് IMF ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പർപ്പസിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. സോ ആ ഒരു കോൺഫറൻസിൽ, ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ 44 നേഷൻസ് ആ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ IMF-നെ പറ്റി പറയുമ്പോൾ, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1945. IMF is governed by and accountable to 180 മെമ്പർ കൺട്രീസ്. നിലവിൽ 189 കൂടുതൽ മെമ്പർ കൺട്രീസ് ഉള്ള ഒരു ഫോറമായിട്ട് IMF മാറി. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഫണ്ട്. IMF-നെ ഫണ്ട് എന്ന് വിളിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ഫണ്ട്. ഓക്കെ, എന്ന് കൂടി വിളിക്കും. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് IMF മാച്ച് ദി ഫോളോയിങ് ഒക്കെ വന്നാലും നിങ്ങൾ ഓർക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്.
സോ IMFന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെമ്പർ കൺട്രീസിന് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ അവിടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് IMFന്റെ ബേസിക് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ഓർക്കുക. സോ ദേ വിൽ പ്രൊവൈഡ് ഓൺലി ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ സപ്പോർട്ട്. മെമ്പർ കൺട്രീസിന് ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് ഡിസ്ക്വിലിബ്രിയം ഒക്കെ ഹാപ്പൻ ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ട ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ. സോ ഇന്റർനാഷണൽ മോണിറ്ററി, ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, കോപ്പറേഷൻ ഒക്കെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ടു ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, ഓൾറെഡി സെഡ്. ടു പ്രൊമോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. ഗ്ലോബ് ആസ് എ ഹോൾ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഒരുപാട് എക്സ്ചേഞ്ച് റേറ്റിലുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷന് കാരണമാകും. ഇൻഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. അതേപോലെ ഡീഫ്ലേഷൻ ആകാം. പല രീതിയിലുള്ള മെത്തേഡ്സ്. ഇപ്പോൾ ഒരു രാജ്യങ്ങൾക്കും ചില രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയുടെ കേസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടായിരുന്നു. അതേപോലെ പാകിസ്ഥാനിൽ ഇൻഫ്ലേഷൻ ഹൈ ആയതായിട്ട് കേട്ടായിരുന്നു. ഇതെല്ലാം എന്താ കാണിക്കുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള പോളിസി ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തില് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാൻ എന്നുള്ളതും IMFന്റെ ഫംഗ്ഷൻ ആണ്. ടു മേക്ക് ഇറ്റ്സ് റിസോഴ്സസ് അവൈലബിൾ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഹു ആർ എക്സ്പീരിയൻസിങ് BOP പ്രോബ്ലംസ്. ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന മെമ്പേഴ്സിന് അവരുടെ റിസോഴ്സ് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിസോഴ്സ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ പർപ്പസ് ആണ്. പിന്നെ ടു എസ്റ്റാബ്ലിഷ് മൾട്ടിലാറ്ററൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ്സ്. ഗ്ലോബലി ഒരു സിസ്റ്റം ഓഫ് പേയ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു മോണിറ്ററി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഇതിന്റെ എയിം ആയിട്ട് പറയാം. ഞാൻ മെമ്പർഷിപ്പ് പറയുകയാണെങ്കിൽ 189 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. 189 കൂടുതലായി കാണും. സോ ടു ബിക്കം എ മെമ്പർ, എ കൺട്രി മസ്റ്റ് അപ്ലൈ ആൻഡ് ദെൻ ബി ആക്സെപ്റ്റഡ് ബൈ മെജോറിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്. സോ അതിന് മെമ്പർ ആകണമെങ്കിൽ നിലവിലുള്ള മെമ്പേഴ്സിന് ഒരു മെജോറിറ്റി വേണം. മെജോറിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് IMFലേക്ക് മെമ്പർ ആകാൻ സാധിക്കുക. അപ്പോൺ ജോയിനിങ്, ഈച്ച് മെമ്പർ ഓഫ് ദി IMF is assigned to a quota based broadly on relative size of world economy. സോ വേൾഡ് ഇക്കോണമിയിൽ ഈ ഒരു കൺട്രിയുടെ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ എത്രമാത്രമാണ്? GDP എടുക്കാം. വേൾഡ് GDPയിൽ നമ്മളുടെ രാജ്യത്തിന്റെ GDP എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഇതനുസരിച്ചാണ് ഒരു കോട്ട അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേൾഡ് GDP എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ അതിനകത്തേക്കുള്ള ഷെയർ 1% ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ടയും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, കോട്ട എത്രയാണോ ടോട്ടൽ വരുന്നത് അതിന്റെ ഒരു 1% ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് IMFന്റെ കോട്ട വരുന്നത്. ഇനി ആ കോൺട്രിബ്യൂഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാജിൻ, ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ. ഇപ്പോൾ ഇന്ത്യ 100 റുപ്പീസ് ടോട്ടൽ IMFലേക്കുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഇത് 100 യൂണിറ്റ് ആണ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മൊത്തം റുപ്പീസിൽ കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പോൾ സിംബാബ്വെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ. സിംബാബ്വെയുടെ കറൻസിയുടെ മൂല്യം വളരെയധികം കുറഞ്ഞു. അവിടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഡിസ്റ്റർബൻസസും മുമ്പുണ്ടായിരുന്നു. അത് പ്രകാരം വാട്ട് ഹാപ്പൻ ടു അസ്, അവരുടെ കറൻസിയുടെ ഇപ്പോൾ 1 lakh ഒക്കെ അവരുടെ കറൻസി കൊടുത്താൽ മാത്രമേ ഒരു ചായ കിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരുടെ രാജ്യം അത്രയും വലിയ ലെവലിലുള്ള ഇൻഫ്ലേഷൻ അവർ ഫേസ് ചെയ്തു. അപ്പോ ഇമാജിൻ അവര് IMFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അവരുടെ ഓൺ കറൻസിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓൺ കറൻസിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, പക്ഷേ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 100%, 1000% ആണ്. അതിനർത്ഥം ആ കൊടുത്തിരിക്കുന്ന തുകയ്ക്ക് പിന്നീട് യാതൊരു മൂല്യവും ഉണ്ടാവില്ല. അത് IMFന് ഒരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കില്ല, ഒരു രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ കറൻസി വാല്യൂ അഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അതാണ്. അതുകൊണ്ടാണ് ഓൺ കറൻസിയിൽ പൂർണ്ണമായിട്ട് IMF കോൺട്രിബ്യൂഷൻ സ്വീകരിക്കില്ല. പകരം എന്ത് ചെയ്യണം? IMFലേക്ക് നമ്മളിപ്പോൾ 100 യൂണിറ്റ്സ് ഓഫ് കറൻസി കൊടുക്കണമെങ്കിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ 100 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കാം. അതിൽ 25% SDR ആയിരിക്കണം. SDRനെ XDR എന്ന് പറയും. SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. 75% ഓൺ കറൻസിയിൽ കൊടുക്കാം. മനസ്സിലായോ? IMFലേക്ക് ഫണ്ടാണെന്ന് പറഞ്ഞു. എല്ലാ രാജ്യങ്ങളും അവരുടെ ഇക്കോണമിക് സ്ട്രെങ്ത്തിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയായിരിക്കണം: 100 യൂണിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് 25% SDR ആയും ബാക്കിയുള്ള 75% നമുക്ക് ഓൺ കറൻസിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് ദിസ് SDR?
SDR പറ്റി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. 1969 ക്രിയേറ്റ് ചെയ്ത ഒരു റിസർവ് അസറ്റ് ആണ്. 1969 ക്രിയേറ്റ് ചെയ്ത ഒരു റിസർവ് അസറ്റ് ആണ്. എന്താണ് SDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കറൻസീസ്. മുമ്പ് നമ്മൾ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് US ഡോളറിന്റെ ഒരു ബേസ് മോഡലാക്കി എടുത്തിട്ട് മറ്റ് ട്രേഡിനൊക്കെ US ഡോളർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് കൊളാപ്സ്ഡ് ആയി. എന്തുകൊണ്ടാണ് കൊളാപ്സ്ഡ് ആയത്? ഒരു ഡോളറിനെ മാത്രം, ഒരു കറൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഏറ്റവും സ്റ്റേബിൾ കറൻസി ആയിട്ട് US ഡോളറിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൊളാപ്സ് ആയത്. കൊളാപ്സ് ആയപ്പോൾ ഇക്കോണമി തന്നെ ഫേസ് ചെയ്തൊരു വലിയ ട്രാജഡിയാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആയിട്ടുള്ള പല കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ SDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. IMFന്റെ ഒരു കറൻസി ബാസ്ക്കറ്റ് ആണ്. ഇതിൽ കോമ്പിനേഷൻസ് ഓഫ് കറൻസീസ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ 100 യൂണിറ്റ് SDR പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, 100 യൂണിറ്റ് SDR പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് അറിയോ? ഒന്നാമതായിട്ട് US ഡോളർ ഉണ്ടാവും, US ഡോളർ. ഓക്കെ, രണ്ടാമതായിട്ട് യൂറോ, ദെൻ ബ്രിട്ടീഷ് പൗണ്ട് ഉണ്ട്, പൗണ്ട് സ്റ്റെർലിംഗ്. ഓക്കെ, പിന്നെ വരുന്നത് yen ആണ്, ജാപ്പനീസ് yen. ഓക്കെ, പിന്നീട് 2016 ഒക്ടോബർ 1 ആഡ് ചെയ്ത ഒരു കറൻസി കൂടി, റെമിൻബി, റെമിൻബി, ഓർ യു ക്യാൻ സേ യുവാൻ, ചൈനീസ് യുവാൻ. ഓക്കെ, ഈ 5 കറൻസീസ് ആണ്. ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഫ്രാൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് പഴയതാണ്, ഇതൊക്കെ വിട്ടേക്കുക. സോ ഈ 5 കറൻസീസ് ആണ് ഇന്ന് SDR ബാസ്ക്കറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് US ഡോളർ, ദെൻ യൂറോ, പൗണ്ട്, yen ആൻഡ് യുവാൻ. അവിടെ നിങ്ങൾ ഓർക്കുക, ഇതെല്ലാം ഈക്വൽ ആയിട്ടല്ല. ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള അസറ്റ് എന്ന് പറയുന്നത്, കറൻസി എന്ന് പറയുന്നത് US ഡോളർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് US ഡോളറിൽ നിന്നായിരിക്കും. അതായത് ഇയർലി ഇതിന്റെ കോൺട്രിബ്യൂഷൻ റേറ്റ് മേ ബി ഡേ പെർ ഡേയിലൊക്കെ ചേഞ്ച് ചെയ്യും, റെഗുലർലി ചേഞ്ച് ചെയ്യും. അപ്പോൾ US ഡോളറിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ US ഡോളർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിലവിലെ SDR ബാസ്ക്കറ്റ് എടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. SDRന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ US ഡോളർ 30% ആയിരിക്കും. അതേപോലെ യൂറോ എന്ന് പറയുന്നത് 36% ഒക്കെ ആയിരിക്കും. ദെൻ പൗണ്ട് എന്ന് പറയുന്നത് ഒരു 10%, yen എന്ന് പറയുന്ന ഒരു 18%, ആൻഡ് റിമൈനിങ് യുവാൻ. ഇങ്ങനെ ഡിഫറെന്റ് പെർസെൻറ്റേജ് ആയിരിക്കും അതിന്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. പൂർണ്ണമായിട്ടും ഒരു കറൻസിയിലല്ല, ഈ പല കറൻസിയുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് SDR ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂണിറ്റ് അക്കൗണ്ട് ഫോർ IMF ഓപ്പറേഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ്. SDR ഇസ് ദി യൂണിറ്റ് അക്കൗണ്ട്. IMFിലെ ഓപ്പറേഷൻസോ ട്രാൻസാക്ഷനോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ബേസിക് അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആണ്. സോ വാല്യൂ ഓഫ് SDR ഇസ് ബേസ്ഡ് ഓൺ ബാസ്ക്കറ്റ് ഓഫ് മേജർ കറൻസീസ് യൂസ്ഡ് ഇൻ IB. ഇന്റർനാഷണൽ ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന മേജർ കറൻസീസിന്റെ ഒരു കറൻസി ബാസ്ക്കറ്റ് ആണ്. ആ മേജർ കറൻസീസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് നിലവിൽ ഈ കറൻസീസ് ആണ്, നാളെ അത് മാറാം. ഇതിൽ ഏതെങ്കിലും ഒരു കറൻസിയുടെ മൂല്യം കുറയുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പുതിയൊരു കറൻസി ആഡ് ചെയ്യും. അതുതന്നെയാണ് റീസെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ചൈനീസ് കറൻസി ആഡ് ചെയ്യുന്നു, കഴിഞ്ഞ 8 വർഷത്തിനുള്ളിലാണ് നടന്നത്. അപ്പോൾ അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വലിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനകത്ത് ആ കറൻസി ഒഴിവാക്കിയിട്ട് പുതിയൊരു കറൻസി ആഡ് ചെയ്യും. അങ്ങനെയുള്ള ചേഞ്ചസ് ഇന്റർനാഷണൽ ട്രേഡിൽ കാണാറുണ്ട്. ഒരു SDR ബാസ്ക്കറ്റ് കൺസെപ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ, സോ ഡിഡ് യു ഗോട്ട് ദി മീനിങ് ഓഫ് SDR? ക്ലിയർ ആയോ SDR? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. സോ ഓക്കെ, SDR ബാസ്ക്കറ്റിനെ പറ്റി പറഞ്ഞു. ഇനി IMFന്റെ സബ്സ്ക്രിപ്ഷൻ, അതായത് ഈച്ച് മെമ്പേഴ്സ് കോട്ട സബ്സ്ക്രിപ്ഷൻ ഡിറ്റർമൈൻഡ് ബൈ ദി മാക്സിമം എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ദി മെമ്പർ ഈസ് ഒബ്ലൈജ്ഡ് ടു പ്രൊവൈഡ് ടു ദി IMF. അതായത് അവരുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദെയർ കോട്ട. എത്രമാത്രം കോട്ടയാണ്, എത്രമാത്രം റുപ്പീസ് ആണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനാണ് കോട്ട എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് IMFലെ സബ്സ്ക്രിപ്ഷൻ പറയുന്നത്. സോ എ മെമ്പർ മസ്റ്റ് പേ സബ്സ്ക്രിപ്ഷൻ ഇൻ ഫുൾ അപ്പോൺ ജോയിനിങ് ദി IMF. IMFിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഫുൾ എമൗണ്ടും പേ ചെയ്യണം. അതിൽ 25% സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആയിട്ടും ബാലൻസ് അവരുടെ ഓൺ കറൻസിയിലും അവർക്ക് പേ ചെയ്യാം. ഓക്കെ, up to 25% must be paid in IMF's own currency. IMFിന്റെ ഓൺ കറൻസി എന്ന് പറയുന്നത് ഏതാണ്?
SDR ബാസ്ക്കറ്റ് ആണ്, അതിൽ പേ ചെയ്യണം. ബാക്കിയുള്ളത് മെമ്പർ കൺട്രിയുടെ ഓൺ കറൻസി, അതായത് നമ്മൾ ഈ കണ്ട ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ പേ ചെയ്യാം. വോട്ടിംഗ് പവർ, ദി കോട്ട ലാർജ്ലി ഡിറ്റർമിൻസ് ദി നമ്പർ ഓഫ് വോട്ടിംഗ് പവർ, members voting power in IMF decisions. Each IMF member has 250 basic votes plus additional vote for each SDR 1 lakh of quota. അതായത് ഇവിടെ കോട്ടയ്ക്ക് അനുസരിച്ചാണ് വോട്ടിംഗ് റൈറ്റ്സ് വരുന്നത്. ഏറ്റവും കൂടുതൽ കോട്ട ആരുടെ കയ്യിലാണോ അവരാണ് കൂടുതൽ വോട്ട് ചെയ്യുക. എല്ലാ മെമ്പേഴ്സിനും മിനിമം 250 വോട്ട്സ് ഉണ്ട്. ഓരോ മെമ്പർ കൺട്രിക്കും 250 വോട്ട്സ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. അതിനകത്ത് അഡീഷണൽ വോട്ട്സ് കിട്ടുന്നത് അവരുടെ ഓരോ SDRനുസരിച്ചാണ്. ഇപ്പോൾ SDR 1 lakh ആവുകയാണെങ്കിൽ ഒരു അഡീഷണൽ വോട്ട്, 2 lakh ആവുകയാണെങ്കിൽ 2 അഡീഷണൽ വോട്ട്, ഇപ്പോൾ 100 lakhs ആകുകയാണെങ്കിൽ അതിനർത്ഥം 100 അഡീഷണൽ വോട്ട് അവർക്ക് കിട്ടും. ആ രീതിയിലാണ് അവരുടെ കോട്ടയുടെ ഷെയർ അനുസരിച്ചാണ് വോട്ടിംഗ് പവർ IMFൽ വരുന്നത്. ദെൻ ആക്സസ് ടു ഫിനാൻസിങ്, ദി എമൗണ്ട് ഓഫ് ഫിനാൻസിങ് എ മെമ്പർ ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം IMF, ഇറ്റ്സ് ആക്സസ് ലിമിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കോട്ട. അതേപോലെ അവരുടെ കോട്ടയ്ക്ക് അനുസരിച്ചാണ് അവരുടെ അവരുടെ ലോൺ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഫിനാൻസിങ് എമൗണ്ട് അവരുടെ കോട്ടയ്ക്ക് അനുസൃതമായിട്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. സോ അണ്ടർ സ്റ്റാൻഡ് ബൈ ഓർ എക്സ്റ്റെൻഡഡ് എഗ്രിമെന്റ്സ് വിച്ച് ആർ ടൈപ്സ് ഓഫ് ലോൺസ്, എ മെമ്പർ ക്യാൻ ബോറോ അപ് ടു 200% ഓഫ് ദെയർ കോട്ട ആനുവലി ആൻഡ് 600% ക്യുമുലേറ്റീവ്ലി. അതായത് ഓരോ രാജ്യത്തിനും മാക്സിമം ബോറോ ചെയ്യാവുന്നത് അവരുടെ കോട്ടയുടെ ഇരട്ടി ആനുവലി ബോറോ ചെയ്യാം. അതേപോലെ ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് ക്യുമുലേറ്റീവ്ലി ബോറോയിങ് എടുത്തു കഴിഞ്ഞാൽ 600% വരെ, അവരുടെ കോട്ട എന്ന് പറയുന്നത് 100 rupees ആണെങ്കിൽ അതിന്റെ 600% വരെ ഓക്കെ അവർക്ക് ലോണായിട്ട് IMFൽ നിന്ന് എടുക്കാം. ഇതാണ് ഫിനാൻസിങ് എഗ്രിമെന്റ്. IMFന്റെ ഗവർണൻസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ദി ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഇസ് ദി ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദി IMF. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 ഗവർണർ, 1 ഓൾട്ടർനേറ്റീവ് ഗവർണർ ഫോർ ഈച്ച് മെമ്പർ കൺട്രി. ഏറ്റവും ഹയസ്റ്റ് ബോഡി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഗവർണർ ആണെന്ന് ഓർത്താൽ മതി, അതിൽ കൂടുതലില്ല. ദെൻ അതിനകത്ത് ഓരോ രാജ്യത്തിൽ നിന്നും ഒരു ഗവർണറും ഒരു ഓൾട്ടർനേറ്റീവ് ഗവർണറും ഉണ്ടായിരിക്കും. ദി ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദി മെമ്പർ കൺട്രി ആൻഡ് ഇസ് യൂഷ്വലി ദി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് ദി ഹെഡ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഒന്നെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഹെഡ് ആയിരിക്കും. അവരെയാണ് ഈ മെമ്പറായിട്ട് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ മെമ്പറായിട്ട് വിളിക്കുന്നത്. ഓക്കെ, അത് രാജ്യം അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററെ അവിടെ IMFലെ സ്ട്രക്ചറിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിന് മെമ്പറായിട്ട് അയക്കാം. ഓക്കെ, വൈൽ ദി ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഹാസ് ഡെലിഗേറ്റഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് പവേഴ്സ് ടു IMF's എക്സിക്യൂട്ടീവ് ബോർഡ്, ഇറ്റ് റീറ്റെയിൻസ് ദി റൈറ്റ് ടു അപ്രൂവ് quota increases, special drawing right allocations, and admittance of new members, compulsory withdrawal of members, and amendments to articles, agreement by and bylaws. It also elects or appoints major executive directors. So let me explain. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. മേജർ ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ആരാണ്? ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. ഓക്കെ, ആ ബോർഡ് ഓഫ് ഗവർണേഴ്സ് മേജർ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിന് തൊട്ട് താഴെ വരുന്ന എക്സിക്യൂട്ടീവ് ബോർഡിനാണ് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, സോ വൈൽ ദി ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഹാസ് ഡെലിഗേറ്റഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് പവേഴ്സ് ടു IMF's എക്സിക്യൂട്ടീവ് ബോർഡ്, IMFന്റെ എക്സിക്യൂട്ടീവ് ബോർഡിനാണ് കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവരുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ കയ്യിലിരിക്കുന്ന പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കോട്ട ഇൻക്രീസ് ചെയ്യുന്ന പവർ. ഇപ്പൊ ഇന്ത്യയുടെ കോട്ട നിലവിൽ 100 ആണ്, അത് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആയിരിക്കും. അതേപോലെ റൈറ്റ് ടു അപ്രൂവ് ഈ കോട്ട ഇൻക്രീസസ്, അത് ഇൻക്രീസ് ചെയ്യാൻ അപ്രൂവ് ചെയ്യാനുള്ള റൈറ്റ്, ദെൻ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് അലൊക്കേഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്, അതേപോലെ പുതിയ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ചില മെമ്പേഴ്സിനെ കമ്പൽസറി ആയിട്ട് ഒഴിവാക്കുന്നത്, വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് IMFന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിനാണ്. സോ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് അപ്പെക്സ് ബോഡി. അതിന് താഴെയാണ് IMFന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് വരുന്നത്. ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസും തന്നെ IMF എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ് ഉള്ളത്. സോ ദി ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആൻഡ് IMF ആൻഡ് ദി വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് നോർമലി മീറ്റ് വൺസ് ഇൻ എ ഇയർ. IMFന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സും തമ്മിലൊരു മീറ്റിംഗ് നോർമലി ഇയർലി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതിന് താഴെ മിനിസ്റ്റീരിയൽ കമ്മിറ്റീസ്.
So the IMF Board of Governors is advised by two ministerial committees, the International Monetary and Finance Committee and the Development Committee. The International Monetary and Finance Committee has 24 members drawn from a pool of 186. ഇപ്പോൾ 189 ആണ് നിലവിൽ. ചേഞ്ചസ് ഉണ്ടാവാം, അത് അപ്ഡേറ്റ് ചെയ്യുക. അതായത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ ഓരോ മെമ്പർ കൺട്രിയിൽ നിന്നും ഒരു മെമ്പർ വരുന്നുണ്ട്, റൈറ്റ്, ഒരു ഗവർണർ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 24 പേർ, 186 പേരോ 189 പേരോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 24 പേരാണ് IMFCയിൽ വരുന്നത്, ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഡെവലപ്മെന്റ് കമ്മിറ്റിയും മിനിസ്ട്രീരിയൽ കമ്മിറ്റീസിലുണ്ട്. അതായത് ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റീസ് ആണ് മിനിസ്ട്രീരിയൽ കമ്മിറ്റീസ്. അവരാണ് സജഷൻസ് കൊടുക്കുന്നത്. 2 കമ്മിറ്റീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻസ് കമ്മിറ്റി, രണ്ടാമതായിട്ട് ഡെവലപ്മെന്റ് കമ്മിറ്റി. ഞാൻ എക്സിക്യൂട്ടീവ് ബോർഡിനെ പറ്റി പറഞ്ഞു. ഇവിടെയും 24 മെമ്പേഴ്സ് ആണുള്ളത്. സോ ദി IMF's 24-member executive board takes care of daily business of IMF. IMFന്റെ ഡെയിലി ബിസിനസ്സും ഡെയിലി കണ്ടക്റ്റും എല്ലാം നടപ്പിലാക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് ബോർഡാണ്. സോ 3 ലെവലിൽ കാര്യങ്ങൾ ഓർക്കുക. ഒന്ന് ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ദെൻ മിനിസ്ട്രീരിയൽ കമ്മിറ്റീസ് ആർ ദേർ, അതേപോലെ എക്സിക്യൂട്ടീവ് ബോർഡാണ് ഡെയിലി ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് IMF. IMFൽ നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? IMFന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ദെൻ എന്താണ് IMFന്റെ ബേസിക് ഫംഗ്ഷൻ? BOP, ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മീറ്റ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റീവ്സ്, മെമ്പർഷിപ്പ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിനെ പറ്റി പറഞ്ഞു. ദെൻ സബ്സ്ക്രിപ്ഷൻസ് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ദെൻ ഗവർണൻസ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് ലെവൽസിനെ പറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IMFുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ IMFൽ? കണ്ടിന്യൂ ചെയ്യാലോ, അടുത്ത ഏരിയയിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ഇനീഷ്യലി 1944 ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് IBRD മാത്രമായിരുന്നു, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് അതിന്റെ മീനിങ്? സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്ന ഇക്കോണമീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷൻ അതായിരുന്നു IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇക്കോണമീസ് വിച്ച് വെയർ ടാമ്പേർഡ് ബൈ സെക്കൻഡ് വേൾഡ് വാർ. അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ IBRD ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് ആ പർപ്പസ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? IBRD ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ഏറ്റെടുത്തു. ഓക്കെ, വേൾഡ് ബാങ്കിനെ പറ്റി പറഞ്ഞു, ഞാൻ IBRDയിലേക്ക് വരാം. IBRD, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് ഇനീഷ്യലി IBRD ആയിരുന്നു. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് ലോങ് ടേം അസിസ്റ്റൻസ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇക്കോണമീസ് ഓഫ് ദി മെമ്പർ കൺട്രീസ്. അവിടെ സെക്കൻഡ് വേൾഡ് വാർ തകർന്ന ഇക്കോണമീസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് എല്ലാ മെമ്പർ കൺട്രീസിന്റെയും റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റും ഫംഗ്ഷൻ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്ത ഓർഗനൈസേഷനാണ് IBRD. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഡെവലപ്മെന്റ് എത്താത്ത ചില രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രശ്നങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ IBRD ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 5th December 1944. റീകൺസ്ട്രക്ഷൻ ഓഫ് വീക്കിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, വീക്ക് കൺട്രീസ്. ഓക്കെ, വീക്ക് ആയിട്ടുള്ള കൺട്രീസിന്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഈ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ടൈപ്പ്. സോ നമ്മൾ IBRDയെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പർപ്പസ് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ്, പോവർട്ടി റിഡക്ഷൻ, ഇതൊക്കെയാണ് IBRD ഏറ്റെടുത്ത് ചെയ്യുന്ന ഫംഗ്ഷൻസ്. ദെൻ മെമ്പർഷിപ്പ് 189 കൺട്രീസ് ആണ് ഇതിന്റെ മെമ്പർ ആയിട്ട് വരുന്നത്. പ്രസിഡന്റ് അതൊന്നും നോക്കണ്ട, അതൊന്നും റെലവെന്റേ അല്ല. സോ പാരന്റ് ഓർഗനൈസേഷൻ ഇസ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ പാർട്ടായിട്ടാണ് IBRD വരുന്നത്. ദെൻ രണ്ടാമത്തെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലെ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1960 ആസ് ആൻ അഫിലിയേറ്റ് ഓഫ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ ഒരു അഫിലിയേറ്റ് ആയിട്ട്, ഒരു ഭാഗമായിട്ട് 1960 ക്രിയേറ്റ് ചെയ്തതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. It was established primarily to provide finance to less developed member countries on a soft loan basis. ലെസ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള നേഷൻസിന് ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കുക എന്ന പർപ്പസുമായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. 173 പരം മെമ്പേഴ്സ് ആണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷനിലുള്ളത്. സോ പർപ്പസ് ഓർക്കുക, സോഫ്റ്റ് ലോൺ കൊടുക്കുക. സോഫ്റ്റ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താ?
റിസ്ക് കുറഞ്ഞ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തത്. അടുത്ത എൻറ്റിറ്റി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. 1956 എസ്റ്റാബ്ലിഷ് ചെയ്തു ടു പ്രൊവൈഡ് ഫിനാൻസ് ടു പ്രൈവറ്റ് സെക്ടർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇതുവരെ നമ്മൾ ഒരു ഗവൺമെന്റ് ബേസ്ഡ് ആയിട്ട് ഇനിഷ്യേറ്റീവ് ആണ്ടത്. ഇനി പ്രൈവറ്റ് സെക്ടറിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് ടു ദി പ്രൈവറ്റ് സെക്ടർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇറ്റ് ഈസ് അഫിലിയേറ്റഡ് ടു ദി വേൾഡ് ബാങ്ക്, ബട്ട് ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫണ്ട്സ് ആൻഡ് അസോസിയേഷൻ. വേൾഡ് ബാങ്ക് ടൈപ്പിലുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. 187 പരം മെമ്പേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് എയിം ഈസ് ഗ്രോത്ത് ഓഫ് പ്രൊഡക്റ്റീവ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ ഗ്രോ ചെയ്യിപ്പിക്കുക, അതിന്റെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ എയിം. 4ാമത്തെ ഓർഗനൈസേഷനാണ് ദി മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, മിഗ. ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇതാണ് പർപ്പസ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു സപ്ലിമെന്റ് ദി ഫംഗ്ഷൻ ഓഫ് വേൾഡ് ബാങ്ക് ആൻഡ് IFC. വേൾഡ് ബാങ്കിന്റെയും IFCയുടെയും ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഇതൊരു ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC. ദെൻ പാരന്റ് ഓർഗനൈസേഷൻ വേൾഡ് ബാങ്ക്. അതായത് ഇവിടെ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ റിസ്ക് ഹൈ ആണ്, പൊളിറ്റിക്കൽ റിസ്ക് ഹൈ ആണ്. എന്താണ് പൊളിറ്റിക്കൽ റിസ്ക്? വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ അനദർ കൺട്രി. FDI നടത്തുമെന്ന് വിചാരിക്കാം. നമ്മൾ ഇന്ത്യയിൽ നിന്നും ഒരു ഫോറിൻ കൺട്രിയിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ മൊത്തമായിട്ട് നഷ്ടപ്പെട്ടെന്ന് വരാം. അതായത് ഗവൺമെന്റ് നമ്മളുടെ ബിസിനസ് തന്നെ നിരോധിച്ചു എന്ന് വിചാരിക്കുക. സോ വി വിൽ ലോസ് എവറിത്തിങ്. അപ്പൊ അത്തരത്തിലുള്ള നഷ്ടങ്ങളെ നികത്താൻ വേണ്ടി ഒരു ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. അതിനു വേണ്ടിയാണ് ഈ ഒരു ഏജൻസി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. ദാറ്റ് മീൻസ് നമ്മൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് അവരൊരു ഗ്യാരണ്ടി തരുന്നു, അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു അസിസ്റ്റൻസ് ആണ് മിഗ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഓർഗനൈസേഷൻ UNCTAD. ഓക്കെ, ഒരെണ്ണം നമ്മളിവിടെ മിസ്സാക്കിയിട്ടുണ്ട്. I'll explain that one too. See, these are the 5 organizations under World Bank Group. ഒന്ന് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, ആൻഡ് there is another organ called ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. പരാതി പരിഹരിക്കാനുള്ള ഒരു സെന്റർ. ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ബോഡിയായിട്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി കൂടിയുണ്ട്. അതാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. ഇവ 5ഉം ചേരുന്നതാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ഓക്കെ, സോ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ക്ലിയർ ആണോ? Is it clear? ഓക്കെ, ഇനി അടുത്ത എൻറ്റിറ്റി യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ഓർഗനൈസേഷൻ ഓർ ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട മെയിൻ എൻറ്റിറ്റി എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. WTO ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പറയാം, എന്നാൽ UN കീഴിലുള്ള ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് കൈകാര്യം ചെയ്യുന്ന എൻറ്റിറ്റിയാണ് ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, UNCTAD. So it was established in 1964 in Geneva. Promote the development friendly integration of developing countries to the world economy. അതായത് ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ, പ്രധാനമായിട്ടും ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുക, ട്രേഡുമായി ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യുക, അതാണ് UNCTAD ടാർഗറ്റ് ചെയ്യുന്നത്. സോ ദി എയിം ഈസ് ടു ഹെൽപ്പ് ഷേപ്പ് കറന്റ് പോളിസി ഡിബേറ്റ്സ് ആൻഡ് തിങ്കിങ് ഓൺ ഡെവലപ്മെന്റ് with a particular focus on ensuring that domestic policies and international actions are mutually supportive in bringing about sustainable development. Sustainable development പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ഇന്റർനാഷണൽ ലെവലിലും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ,
സോ ഇറ്റ്സ് എ ഡെവലപ്മെന്റ് ട്രേഡ് ഡെവലപ്മെന്റ് ഏരിയയിൽ പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് UNCTAD ഓർക്കുക. ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ഇന്റർനാഷണൽ ട്രേഡ് വിത്ത് എ വ്യൂ ടു ആക്സിലറേറ്റിംഗ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. സോ ഇക്കണോമിക് ഡെവലപ്മെന്റ് വേണം, അതിനുവേണ്ടി ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ടു ഫെസിലിറ്റേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അത് പരിഹരിക്കാവുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസും ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ നെഗോഷിയേറ്റ് മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്സ് പ്രൊമോട്ട് ചെയ്യുക. ടു മേക്ക് പ്രപ്പോസൽസ് ഫോർ പുട്ടിംഗ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഇൻ ടു എഫക്ട്. അപ്പോൾ ഈ പറയുന്ന പോളിസീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രപ്പോസൽസ് കണ്ടക്ട് ചെയ്യുക. ഇതെല്ലാം UNCTAD ഫങ്ഷൻസ് ആണ്. മേജർ ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് റിസർച്ച് ആൻഡ് സപ്പോർട്ട് ഇൻ നെഗോഷിയേഷൻസ് ഫോർ കമ്മ്യൂണിറ്റി എഗ്രിമെന്റ്സ്, ടെക്നിക്കൽ elaboration of new trade activities designed to assist developing countries in the area of trade and capital. So basically ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനു വേണ്ടിയുള്ള എല്ലാ ഏരിയയിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, സോ നെഗോഷിയേഷൻസ് കണ്ടക്ട് ചെയ്യുക, കമ്മോഡിറ്റി എഗ്രിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, അതിനൊക്കെ വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ് UNCTAD ബേസിക് പർപ്പസ്. ഓക്കെ, UNCTAD പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി പറയാനുണ്ട്. സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻസ് 3 ആണ്. ഒന്ന് IMF, 2 വേൾഡ് ബാങ്ക്, 3-മതായിട്ട് UNCTAD. വി നീഡ് വൺ മോർ ലെക്ചർ. ആ ലെക്ചറിൽ നമ്മൾ WTO പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണം. അതിനെ പറ്റിയാണ് അടുത്ത ലെക്ചറിൽ പറയുന്നത്. സോ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില കൺസെപ്റ്റുകൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്നു. വിൽ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, MCQs ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക. ആൻഡ് ഈ സെഷൻ അടുത്ത സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു MCQ കൂടി പ്രൊവൈഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.